ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ടും ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ് എന്നാൽ വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്കത് ഈസി ആയിട്ട് മാറ്റിയെടുത്താലോ. അതേ വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എക്സ്ട്രാ വെളിയിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വാങ്ങണ്ട. നമ്മുടെ വീട്ടിൽ വേഗം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് തലേന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നമ്മൾ തലേന്ന് നൈറ്റ് വേണം ഇത് ട്രൈ ചെയ്യാൻ. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേക്കും നമ്മുടെ സ്കിൻ നല്ലോണം സപ്പിൾ ആയിട്ടിരിക്കാനും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഫേഷ്യൽ ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞുതരും, അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ 2 ഐറ്റംസ് ആണ് നമ്മൾ ഫേഷ്യലിന് വേണ്ടി എടുക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഒരു ക്ലെൻസർ ആൻഡ് സെക്കൻഡ് വന്നിട്ട് ഒരു ഫേസ് പാക്ക് വിത്ത് സ്ക്രബിങ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് റെഡിയാക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചപ്പാൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ പാലായാലും അത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ഹണിയാണ്. ഞാൻ അവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഹണിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹണി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലെൻസർ മസ്റ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ്, ഇത് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ക്ലെൻസർ മസ്റ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ലെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലെൻസർ ചെയ്യുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇപ്പം നമ്മൾ ഫേഷ്യലിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം എന്തെങ്കിലും മേക്കപ്പിനുള്ള പ്രോഡക്ട്സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെൻസർ ചെയ്യാണ്ട് ഡയറക്റ്റ് ഫേസ് പാക്ക് ഇടുവാണെങ്കിൽ നമുക്കൊന്നും കൂടി റിസൾട്ട് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ചില കേസിൽ ഓയിൽ വെച്ച് ക്ലെൻസർ ചെയ്യാറുണ്ട്. ഞാനും ഒരു ഓയിൽ വെച്ചിട്ട് ക്ലെൻസർ ചെയ്യാറുണ്ട്. പക്ഷെ ഓയിൽ എല്ലാവർക്കും ഓക്കെ ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പാലും നമ്മുടെ തേനും വെച്ചിട്ട് ക്ലെൻസർ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഏലാത് കേര തൈലം എന്ന് പറഞ്ഞൊരു ഓയിൽ യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടും ഫേസ് പാക്ക് ഇടാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ക്ലെൻസർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഇപ്പോൾ എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം പോകാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫേസ് മസാജും കൂടെ ആണല്ലോ കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഫേസിലുള്ള സാഗിങ് കുറയ്ക്കാനും നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള പഫ്നെസ് ഒക്കെ കുറയ്ക്കാനും നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് വേഗം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനും ഈ ഒരു ക്ലെൻസിങ് മെത്തേഡ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വൈപ്പ് ചെയ്ത് കളയുകയും ചെയ്യൽ, വാഷ് ചെയ്ത് തന്നെ നിങ്ങളിത് കളയണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ പാക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് വേഗം പോയി കണ്ടിട്ട് വായോ. ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത്, അത് വന്നിട്ട് ഓട്സ് ആണ് കേട്ടോ. ഇത് ഇച്ചിരിയും കൂടെ പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് ഓട്സ് പൊടിച്ച് അങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ഞെവിടി പൊടിച്ചാലും മതി. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കത് കുതിർക്കുന്ന രീതിയിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഹണിയാണ്. ഇത് റെഡിയാക്കി അപ്പം തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കല്ല, കുറച്ച് നേരം ഇത് കുതിരാൻ വെക്കണം. എന്നാൽ മാത്രമേ ഓട്സും അതിനകത്ത് ഫുള്ളുള്ളതൊക്കെ നല്ലോണം ഇറങ്ങി നമ്മുടെ ആ ഒരു പാക്കിലേക്ക് വരുള്ളൂ കേട്ടോ, അതിൻ്റെ ആ ഒരു ഗുണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി അടുത്ത ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഐറ്റം മസ്റ്റ് ആയിട്ടൊരു ഐറ്റമാണ്. അത് വന്നിട്ട് കോഫി പൗഡറാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബ്രൂവിൻ്റെ ആണ്. കാരണം ബ്രൂവിൻ്റെ വന്നിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഭയങ്കര തരിതരിപ്പും കാര്യങ്ങളും വരത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ ഓട്സ് എടുക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ബ്രൂവിൻ്റെ വന്നിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ വേറെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. 2 രൂപയുടെ ഒരു ഫുൾ പാക്കറ്റ് കംപ്ലീറ്റ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ പാക്ക് റെഡിയാക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കയ്യിലും കാലിലും ഒക്കെ തന്നെ കഴുത്തിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം നമുക്കിത് കുതിരാൻ വെക്കാം. കുതിരാൻ വെച്ചിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ദിവസം നമ്മൾ മുൻകൂട്ടി ഇന്ന് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പാക്ക് റെഡിയാക്കി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് വെള്ളം നനവൊക്കെ ഒന്ന് ഒപ്പി എടുക്കാം. നിങ്ങൾ ഒരിക്കലും ടവൽ വെച്ച് ഇങ്ങനെ ഭയങ്കര അമക്കി തുടക്കല്ല, ജസ്റ്റ് ഒപ്പി എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് വന്നിട്ട് നല്ലോണം കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെക്കണം. അതിന് ശേഷം വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അതിന് ശേഷം നമുക്കിനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ
ഇതിലെടുത്തേക്കുന്ന ഫസ്റ്റ് ഐറ്റം തന്നെ വന്നിട്ട് ഓട്സ് ആണ്. ഓട്സ് നമ്മുടെ സ്കിൻ നല്ലോണം സോഫ്റ്റ് ആയിട്ട് സപ്പിളായിട്ട് വെക്കാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഓട്സ് വന്നിട്ട്. ഓട്സ് നമുക്ക് ഡെയിലി ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്താലും നല്ലതാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ടൈമിലൊക്കെ ആയാലും ഓട്സൊക്കെ നല്ല അടിപൊളിയായിട്ടൊരു ഐറ്റമാണ്. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് നമ്മൾ എടുത്തേക്കുന്നത് പാലാണ്. പാൽ നമ്മുടെ സ്കിൻ നല്ലോണം നറിഷ് ചെയ്ത് വെക്കാനും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഈ ഒരു ഫേഷ്യലൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ നല്ലോണം സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പാൽ വന്നിട്ട്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ഹണിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഹണിക്കകത്ത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസും ആക്നെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ചില ടൈമിലൊക്കെ ഹണി എൻ്റെ ഫേസിൽ പിമ്പിൾസൊക്കെ വരുന്ന സമയത്ത് ഹണി മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു 1 day കൊണ്ട് തന്നെ പിമ്പിൾസിൻ്റെ ആ ഒരു ഭയങ്കര ബൾജ് ചെയ്ത് നിൽക്കത്തില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫേഷ്യലിനകത്ത് ഹണി ഇൻക്ലൂഡ് ആക്കാനുള്ള മെയിൻ റീസൺ തന്നെ വന്നിട്ട് മിക്ക എല്ലാവരുടെ സ്കിൻ ടൈപ്പ് ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണ് ഇട്ട് വന്നിട്ട് കുറച്ചൊക്കെ എക്സ്ട്രാ വരുന്ന സമയത്ത് നിങ്ങളുടെ നെക്കിലും കയ്യിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എന്തായാലും ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കറക്റ്റ് ഒരു 50 minutes കഴിയുമ്പോൾ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം ഒരു സപ്പിളായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് ഫുള്ള് വൈപ്പ് ചെയ്ത് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതേ കണക്കുള്ള ഫേഷ്യലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്തിട്ട് ഡയറക്റ്റ് വെയിലിൻ്റെ അടുത്ത് പോയി നിൽക്കല്ല, നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം നൈറ്റ് തന്നെ ഇതേ കണക്കുള്ള ഫേഷ്യൽസും കാര്യങ്ങളും ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഫേസ് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റിസൾട്ട് വന്നിട്ട്. നല്ലോണം സപ്പിളായിട്ടിരിക്കാനും നല്ലോണം സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നൈറ്റ് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വെള്ളം നനവ് കംപ്ലീറ്റ് ഒന്ന് തുടച്ചിട്ട് നമ്മൾ മസ്റ്റായിട്ട് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തേ പറ്റൂ. നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എന്തായാലും ഫുള്ള് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ മോയ്സ്ചറൈസർ വന്നിട്ട് ഇതാണ് കേട്ടോ. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മോയ്സ്ചറൈസർ മസ്റ്റായിട്ടൊരു കാര്യമാണ് കേട്ടോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല. മോയ്സ്ചറൈസർ മസ്റ്റായിട്ടൊരു സ്റ്റെപ്പാണ്, നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തേ പറ്റൂ. പിന്നെ ഇത് കൂടാതെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ നനവോട് കൂടി വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിൽക്കില്ല, ചെറിയൊരു നനവോട് കൂടി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ പേജിൽ ഹെയർ കെയർ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ വേഗം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ബൈ ഡിയേഴ്സ്.